ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കി ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോഴും ഉയരുന്നത് പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്ന പ്രതിസന്ധികളും ആശങ്കകളുമാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായാണ് ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് കളിയുടെ മാമാങ്കം അരങ്ങേറുന്നത്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ലോകം കാത്തിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് തിരികൊളുത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും നിരവധി പ്രതിസന്ധികളും ആശങ്കകളുമാണ് മുന്നിലുള്ളത്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷത്തിനും തുടർന്നുള്ള ആഗോള പ്രതിസന്ധിക്കും മധ്യേയാണ് ചരിത്രത്തിലാദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. യുദ്ധസമാന സാഹചര്യങ്ങൾക്കിടെ ലോകകപ്പിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു ഇറാന്റെ ആദ്യ തീരുമാനം. ഇറാൻ കളിക്കാർക്ക് സുരക്ഷ ഉറപ്പു നൽകുന്നില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയും ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്കായി എത്തുന്ന ഇറാൻ ദേശീയ ടീമിന് തങ്ങളുടെ രാജ്യത്ത് ബേസ് ക്യാമ്പ് ഒരുക്കാൻ അനുമതി നൽകിയതായി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബാം അറിയിച്ചു. എബോള ഭീഷണിക്കിടെ കോങ്കോ ടീമിനും ലോകകപ്പിൽ പങ്കെടുക്കാനാകുമോ എന്നതാണ് മറ്റൊരു ആശങ്ക. ജൂൺ 14 ആദ്യ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ 21 ദിവസത്തെ എബോള ഐസൊലേഷൻ പൂർത്തിയാക്കണമെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശം. അതോടൊപ്പം ലോകകപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മെക്സിക്കോയിലെ പിരമിഡുകൾക്ക് സമീപം വെടിവെപ്പ് നടന്നതും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം എസ്റ്റാഡിയോ ആസ്റ്റക്ക നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ ലേബർ ഇൻസ്പെക്ടർമാരെ ഫിഫ തടഞ്ഞതും വിവാദമായിരുന്നു. പാരിസ്ഥിതിക പ്രതിസന്ധികളും ലോകകപ്പിൽ ചർച്ചയാവുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അളവ് ഗ്രീൻ ഗ്യാസ് പുറന്തള്ളലാണ് യുഎസിലെ മത്സരങ്ങളിലുണ്ടാവുക. 9 മില്യൺ മുതൽ 13 ബില്യൺ വരെ കാർബൺ എമിഷൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടിന് പിറകെ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖ താരങ്ങൾ ഫിഫയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. അതോടൊപ്പം ഉയർന്ന ചൂട് ലോകകപ്പ് മത്സരങ്ങൾ നിർത്തിവെക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വാട്ടർ ബ്രേക്കുകൾ നൽകിയും രാത്രികാലങ്ങളിൽ മാത്രം മത്സരങ്ങൾ സംഘടിപ്പിച്ചും കളി നടക്കുമെന്ന് ഫിഫ പറഞ്ഞെങ്കിലും ഫുട്ബോൾ താരസംഘടനയായ ഫിഫ്പ്രോ പ്രതിഷേധത്തിലാണ്. ഇതിനെല്ലാം പുറമെ വെല്ലുവിളി ഉയർത്തുന്നത് ടിക്കറ്റ് നിരക്കാണ്. ഡിസംബറിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് $140 ഫൈനൽ മത്സരത്തിന് $8,860 ഏപ്രിലിൽ റീസ്റ്റാർട്ട് ചെയ്ത സെയിലിൽ ടിക്കറ്റ് വില $10,990 ഉയർന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യാത്രാ ചെലവ് 12 മടങ്ങാക്കിയാണ് ഉയർത്തിയത്. $12 വിലയുണ്ടായ ടിക്കറ്റിന് $150 വില. അതിനിടെ സാധാരണക്കാരായ ജനങ്ങളെ ഗ്രൗണ്ടിന് പുറത്തു നിർത്തുന്ന നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തുടങ്ങി. കനത്ത സുരക്ഷാ പ്രതിസന്ധികൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിലാണ് ഇത്തവണ ഫുട്ബോൾ ലോകം ബൂട്ടണിയുന്നത്. കാലുകളിൽ താളം കുറിച്ച് താരങ്ങൾ കുതിക്കുമ്പോൾ നെഞ്ചിൽ പെടപ്പു നിറയ്ക്കുന്ന ആശങ്കകളാണ് ചുറ്റും നിറയുന്നത്. അനിശ്ചിതത്വത്തിന്റെയും ആശങ്കകളുടെയും ഇടയിലും ലോകം കാൽപന്തിലമരുന്നത് കാത്തിരിക്കുകയാണ് എല്ലാ ഫുട്ബോൾ പ്രേമികളും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.